ഹലോ ഹായ് നമസ്കാരം. യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ഫ്രീ ആയിട്ട് കാണാവുന്ന 5 വീഡിയോസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതിലൊരു മ്യൂസിക് വീഡിയോ ഉണ്ട്, ഒരു വെബ് സീരീസ് ഉണ്ട്, അതായത് 4 എപ്പിസോഡ്സ് ഉള്ള ഒരു വെബ് സീരീസ് ഉണ്ട്, ഷോർട്ട് ഫിലിംസ് ഉണ്ട്. പിന്നെ ഈ 5 വീഡിയോസിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല, എന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ അത് ഒരുപാട് ഫെസ്റ്റിവൽസിനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു സ്ക്രീനർ അയച്ചു കിട്ടി, ഞാൻ അങ്ങനെ കണ്ടു നോക്കി, എനിക്ക് ഗംഭീരമായിട്ട് തോന്നി. ഇനി ഇത് യൂട്യൂബിൽ ഒഫീഷ്യലി റിലീസാവുന്ന സമയത്ത് ഞാനിത് പറയാൻ വിട്ടുപോയാലോ എന്നെനിക്കൊരു അഡ്വാൻസ്ഡ് കുറ്റബോധം തോന്നുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ അത് സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങളിത് മാർക്ക് ചെയ്ത് വെച്ചേക്കുക, ഈ പേര്. എപ്പോഴെങ്കിലും ഈ പേരിൽ ആ ഷോർട്ട് ഫിലിം റിലീസാവുമ്പോൾ ഉറപ്പായിട്ടും കണ്ടു നോക്കണം. അതിൻ്റെ ഒരു ഗംഭീര വർക്ക്. അപ്പോൾ അങ്ങനെയുള്ള 5 വീഡിയോസ് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതിലാദ്യത്തെ വീഡിയോ ഇറ്റ്സ് എ മ്യൂസിക് വീഡിയോ. നമ്മുടെ സിതാരയുടെ പ്രൊജക്റ്റ് മലബാറിക്കസ് ആണ് ഈ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. എനിക്കിത് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നാമത്തത് അതിൻ്റെ മ്യൂസിക്കാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരു ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു ഫീലെന്ന് നമ്മൾ പറയില്ലേ. തമിഴ്നാട്ടിൽ ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ അമ്മയുടെ സഹോദരിയുടെ വീട്ടിലാണ് അവൾ നിൽക്കുന്നത്. അമ്മ മരിച്ചുപോയി. അപ്പോൾ സഹോദരിയുടെ വീട്ടിൽ ആ സഹോദരിയുടെ ഭർത്താവിന് ഇവൾക്കും കൂടി ചിലവിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ബഹളം വെക്കുന്നതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ആ വീട്ടുകാർക്കൊരു ബാധ്യതയായി ഞാൻ എന്തിനു നിൽക്കണം എന്ന് വിചാരിച്ച് ആ പെൺകുട്ടി അവളുടെ അമ്മയുടെ സുഹൃത്തിനെ അന്വേഷിച്ചിറങ്ങാണ്. ഒരു റോഡ് മൂവിയൊക്കെ കാണുന്ന പോലെ ആ ഒരു പാറ്റേണിലാണ് പോകുന്നത്. അവൾ ഇറങ്ങുന്നു, അവൾക്കൊരു ലിഫ്റ്റ് കിട്ടുന്നു, അവൾ അവിടെ നിന്ന് മറ്റൊരു വണ്ടിയിൽ കയറുന്നു, അടുത്ത ആളുടെ അടുത്ത് പോകുന്നു. അങ്ങനെ ഓരോ ആൾക്കാരെയും കണക്ട് ചെയ്ത് അമ്മയുടെ സുഹൃത്തിലേക്ക് അവൾ എത്തുന്നു. ഇതാണ് ആ ഒരു ജേണി. പക്ഷെ അതിനെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കതിലെ ആ മ്യൂസിക് എലമെൻറ്റ് ഭയങ്കര ജെനുവിൻ ഒത്തൻറ്റിക് ആ ഒരു ഫീല് നൽകി. അതിലെടുത്ത് പറയേണ്ടത് സിതാരയാണ് അതിലെ മെയിൻ പോർഷൻ പാടിയിട്ടുള്ളത്. അഡീഷണൽ വോക്കൽസ് ഗാന വിമലയാണ് ചെയ്തിട്ടുള്ളത്. എന്തൊരു ഫീലാണെന്നറിയോ. കണ്ണേ എന്നൊക്കെ പറഞ്ഞാൽ അവർ വിളിക്കുന്നൊരു പോർഷനുണ്ട് പാട്ടിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ആ ഒരു പോർഷനിൽ. അത് ഭയങ്കര ഫീലായിരുന്നു. ഭയങ്കര ഒരു ഉണർവ് തരുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു. ആ ഒരു ഫീല് ത്രൂ ഔട്ട് ഉണ്ട്. വിഷ്വൽസ് ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത് കാണുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത്, എല്ലാവരും പ്രെഡേറ്റേഴ്സ് അല്ലല്ലോ. ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയായിട്ടില്ലാത്തൊരു പെൺകുട്ടി, അവൾ ഒറ്റയ്ക്ക് ഒരു യാത്ര തുടങ്ങുമ്പോൾ ഒരുപാട് അപകടങ്ങൾ അവളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത് ആൺകുട്ടിയാണെങ്കിലും കാത്തിരിക്കുന്ന അപകടങ്ങളുണ്ട്. പക്ഷേ എല്ലാവരും പ്രെഡേറ്റേഴ്സ് അല്ലല്ലോ, നല്ല മനുഷ്യരുണ്ടല്ലോ. അവളെ കണക്ട് ചെയ്തു പോകുന്ന ഓരോ നല്ല മനുഷ്യരെയും ആ പാട്ട് എൻഡ് ചെയ്യുന്ന സമയത്ത് വിഷ്വലി അത് കാണിക്കുമ്പോഴും ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകുന്ന പോലത്തെ അങ്ങനെ ഒരു പോസിറ്റീവ് വൈബിലാണ് അത് പോകുന്നത്. അതിൽ നമ്മുടെ മഞ്ജു വാര്യരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോറി കൺസീവ്ഡ് ബൈ ആനന്ദ് മേനനാണ്. DOP ചെയ്തിട്ടുള്ളത് അഭിമന്യു വിശ്വനാഥാണ്. എഡിറ്റിംഗ് അർജുൻ ബാബു. കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ളത് ലിജി പ്രേമനാണ്. ഗംഭീര കോസ്റ്റ്യൂം വർക്കാട്ടോ. എന്ന് വെച്ചാൽ ആ ഒരു മുഴുവൻ കളറുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഫീല് വേണം. എന്നാൽ ഒരു മോഡേൺ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു പുതുമ എന്ന് നമ്മൾ പറയില്ലേ, അതുണ്ട്. പക്ഷേ ആ നാടിനോട്, ആ കൾച്ചറിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണത് പോയിട്ടുള്ളത്. ഈ വീഡിയോയുടെ കളറിസ്റ്റ് ആയിട്ടുള്ളത് അശ്വിൻ ഷാജിയാണ്. വിഷ്വൽസ് ഗംഭീരമാണ്. അതിൽ കളറിങ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു യാത്ര, സുഖമുള്ളൊരു യാത്ര, മ്യൂസിക്കൊക്കെ കേട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ കണ്ടു നോക്കാവുന്ന. ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ അതിൻ്റെ വ്യൂസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഡിസേർവ്സ് മോർ, കുറച്ചും കൂടി വ്യൂ അർഹിക്കുന്ന ഒരു മ്യൂസിക് വീഡിയോ ആയിട്ട് തോന്നി. രണ്ടാമത്തെ വീഡിയോ അതൊരു ഷോർട്ട് ഫിലിമാണ്. വേൾപൂൾ എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. പൊന്നമ്മ ബാബുവിൻ്റെ മകളായിട്ടുള്ള ദീപ്തി നിർമ്മല ജെയിംസ് അവരാണ് ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷിലാണ് ഷോർട്ട് ഫിലിം. ഇവിടെ നടക്കുന്ന കഥയല്ല, വിദേശ രാജ്യത്ത് നടക്കുന്നൊരു കാര്യമായിട്ടാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്കറിയാവുന്ന, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ ഷോർട്ട് ഫിലിമിൽ സംഭവിക്കുന്നത്. ഒരു ഹോളിവുഡ് സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ആ ഒരു ഫീലിൽ തന്നെയാണ് അതിൻ്റെ DOP ആണെങ്കിലും ഓരോ മൂവ്മെൻറ്റ്സ്, ഡയലോഗ്സ്, പെർഫോമൻസ് എല്ലാം വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത് ക്ലേ ആൻ്റോണിയോ ആണ്. എഡിറ്റർ ഏകലവ്യനാണ്. കളറിസ്റ്റ് ലിജു പ്രഭാകറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് ഷഫീഖ് റഹ്മാനും ഡെൻസൺ ഡൊമിനിക്കും നോയ്സ് ഗേറ്റ് സ്റ്റുഡിയോയും കൂടി ചേർന്നിട്ടാണ്. സറൗണ്ട് മിക്സ് രമേഷാണ് ചെയ്തിട്ടുള്ളത്. എനിക്കത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത് അതിനകത്ത് പോലീസ് എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് ഒരു സ്ത്രീ, അവരുടെ 2 മക്കളും ഭർത്താവും ഉണ്ട്. ഭർത്താവിൻ്റെ പേരിലൊരു കേസ് വരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീ എങ്ങനെയാണ് അതിനോട് കോപ്പപ്പ് ചെയ്യുന്നത്, ആ സിറ്റുവേഷനിൽ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താവും എന്നൊക്കെ പറയുന്ന മദർഹുഡിനും ചതിക്കും അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ സർവൈവലിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സൈഡിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് ഈ ഷോർട്ട് ഫിലിമിനുള്ളത്. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് പോലീസ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള മാതൃക കാണിക്കുകയാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. വിദേശ രാജ്യങ്ങളിൽ പോലീസ് ഡീൽ ചെയ്യുന്നത് അങ്ങനെയാണ്, അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റിലാണ് അവർ ഡീൽ ചെയ്യുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ എന്നൊക്കെ തോന്നിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ പോലീസുകാരും ഭയങ്കര വൃത്തികേടായിട്ടാണ് പ്രതികളെ അല്ലെങ്കിൽ പ്രതികളുടെ ബന്ധുക്കളെ ഡീൽ ചെയ്യുന്നത് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നതെങ്കിൽ എന്ത് മനോഹരമായിരുന്നു എന്ന് പറയുന്ന പോലെ വിഷ്വൽ
വിഷ്വലൈസേഷൻ അടിപൊളിയായിരുന്നു. അവരുടെ ഇമോഷൻസിന് കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻസ് സിമ്പിൾ കാര്യമാണ് എന്ന് വെച്ചാൽ മൊത്തം പരിപാടി വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിന് കൊടുക്കേണ്ട റെസ്പെക്റ്റും ശ്രദ്ധയും എല്ലാം കൊടുത്തുകൊണ്ട് ആ കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഗംഭീരമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം. വേൾപൂൾ എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതിൽ റിലീസായിട്ടില്ലാത്ത ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട്. വേൾപൂളിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വേൾപൂൾ കാണുന്ന സമയത്ത് അത് ഒരാളുടെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് എന്ന് വിശ്വസിക്കാൻ കുറച്ച് പാടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ഒരു പ്രൊഫഷണൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതിൽ ഓരോ ലൈൻസും എഴുതിയിരിക്കുന്നത്, ഓരോ ഇമോഷൻസിനെയും അവർ കൊണ്ടുവന്നിരിക്കുന്നത്, പിന്നെ അതിൽ അതിഭീകരമായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് നല്ലൊരു ടെക്നിക്കൽ ടീം അവർക്കുണ്ടായിരുന്നു. നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യാം, നമുക്കൊരു ചെറിയ പരിപാടി എന്നുള്ളതിനേക്കാൾ ഏറ്റവും നല്ല ടെക്നീഷ്യൻസിനെ അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. സംവിധാനം എന്ന് പറയുന്നത് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നൊരു സ്പേസ് കൂടിയാണ്. ആ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. അത് എത്ര വലിയ ആളുകൾ നമ്മുടെ ടീമിലുണ്ടെങ്കിലും എത്ര ചെറിയ ആളുകൾ നമ്മുടെ ടീമിലുണ്ടെങ്കിലും അവരെയൊക്കെ ഒന്നിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു, അവിടെയാണ് ഈ സംവിധായക മികവിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റി, ഇതിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നതിൽ സംവിധായകയുടെ ഒരു മികവ് നമുക്ക് കാണാനുണ്ട്. അടുത്ത ഷോർട്ട് ഫിലിം, അതാണ് ഞാൻ പറഞ്ഞത്, യൂട്യൂബിൽ ഒഫീഷ്യലി റിലീസ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമാണ്. നീന എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. വെർച്വൽ 3Dയിലാണ് അവരിത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോറി, ഡയറക്ഷൻ, എഡിറ്റിംഗ്, VFX ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അജയ് ദേവ് ദിനേശാണ്. പോസിറ്റീവ് ഘടകങ്ങളൊക്കെ പറയാനാണെങ്കിൽ പെർഫോമൻസ്, ഗൗരി വിനോദ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് ഇതിൽ ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കാണുന്ന കഥാപാത്രം ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള, കാഴ്ചകൾ കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള, ഒരുപാട് കൗതുകങ്ങളുള്ളിലുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ പെട്ടുപോകുന്നു. അവളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സമയത്ത് ലോക്ക്ഡൗണിൽ പെട്ടുപോകുന്നു. അതിനുശേഷം ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഗൗരി കടന്നു പോകുന്നു. ഇത് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മളും ഈ സിറ്റുവേഷൻസിലൂടെ പാസ് ചെയ്ത് പോയിട്ട് പുറത്തിറങ്ങാനോ ആളുകളോട് സംവദിക്കാനോ ഒക്കെ പറ്റാതെ ഭയങ്കര ടയർഡായി പോയ, ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് നേരിടേണ്ടി വന്നിട്ടുള്ള ആളുകളുണ്ട്. ഇത് ഒരുപാട് പുറത്തിറങ്ങാൻ ആഗ്രഹമുള്ള, അത് ജീവവായു ആയി കാണുന്ന ഒരു പെൺകുട്ടി, അവൾ ഇത്തരം ഒരു സിറ്റുവേഷനിൽ ചെന്ന് പെടുമ്പോൾ അവൾക്കുണ്ടാവുന്ന ആ ബുദ്ധിമുട്ടുകളെ മുഴുവൻ ഗംഭീരമായിട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ ആ പെർഫോമറിന് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോറി ലൈൻ, അത് പോകുന്നത് ഓരോ സിറ്റുവേഷൻസിലും ആ ഇമോഷൻസ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം നിന്നിട്ടുള്ളൊരു കഥയാണത്. പക്ഷേ അപ്പോൾ പോലും ആ വിഷ്വൽസിലൂടെ ഇമോഷൻസും അവൾ അനുഭവിക്കുന്നൊരു ആ ക്ലോസ്ഡ് ഫീൽ ഉണ്ടല്ലോ, നമ്മളൊരു 4 ചുവരിനകത്ത് പെട്ടുപോകുന്നു എന്ന് പറയുന്ന, അതിനെ വിഷ്വലൈസ് ചെയ്ത് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരു മ്യൂസിക് സൈഡ്, സൗണ്ടിങ് എല്ലാം കൊണ്ടും ഗംഭീരമായിട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം. മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് ഈ ഷോർട്ട് ഫിലിം എടുത്തു വെക്കുന്നുണ്ട്. അതെന്താണ് എന്നുള്ളത് നിങ്ങൾ ക്ലൈമാക്സിൽ അനുഭവിച്ചറിഞ്ഞാൽ മതി എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ആൻഡ് ഇതിനൊരു സൊല്യൂഷൻ കൂടി ഷോർട്ട് ഫിലിം പറയുന്നുണ്ട്. പലപ്പോഴും ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണിച്ചു തരും. പക്ഷേ എന്തിപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ലോക്ക്ഡൗൺ, അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അതങ്ങനെയല്ലേ വരുള്ളൂ. പക്ഷേ ആ സിറ്റുവേഷനെ മറികടക്കാൻ ചില ആളുകളുടെ ചില തീരുമാനങ്ങൾക്ക് പറ്റും. ആ സൊല്യൂഷൻ കൂടി നമ്മുടെ മുന്നിലേക്ക് ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് നീനയെ ഈ പറയുന്ന 5 വീഡിയോസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു വീഡിയോ സജഷനാക്കി മാറ്റുന്നത്. യൂട്യൂബിൽ ഇത് റിലീസായി കഴിഞ്ഞാൽ ഉറപ്പായി ഞാനത് കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്യാം. ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത് സായുജ് സുരേഷാണ്. മ്യൂസിക് റൗണക്കാണ് ചെയ്തിട്ടുള്ളത്. കളറിസ്റ്റ് ജോജി പറക്കലാണ്. സൗണ്ട് മിക്സ് എബിൻ അഗസ്റ്റിൻ. സൗണ്ട് ഡിസൈൻ അലൻ സോജൻ. എല്ലാവരും ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള, എന്ന് വെച്ചാൽ ടെക്നിക്കലി ഗംഭീരമായി വന്നിട്ടുള്ള, നല്ല പെർഫോമേഴ്സുള്ള, അതിഗംഭീരമായ തിരക്കഥയും അവതരണവും ഒക്കെ അവകാശപ്പെടാനുള്ള ഇതിൻ്റെ VFX സൈഡൊക്കെ അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ലൊരു ഫീലാണ് അത് നമ്മളിലേക്ക് തരുന്നത്. ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ആൻഡ് ദ നെക്സ്റ്റ് വീഡിയോ സജഷൻ, ഇതൊരു വെബ് സീരീസാണ്. കാർത്തിക് ശങ്കർ, പുള്ളി ഒരുപാട് കോമഡി സംഭവങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഹ്യൂമറിന് ഇമ്പോർട്ടൻസ് ഉള്ള ഷോർട്ട് ഫിലിംസ് ചെയ്തു, അതുപോലെ സീരീസ് ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ ചെയ്തു, ഒരുപാട് ഷോർട്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഒരു ഹൊറർ സബ്ജക്റ്റ്, ഇത് കുറച്ച് നാളായി യൂട്യൂബിൽ അവർ പബ്ലിഷ് ചെയ്തിട്ട്, ഗുഡ് ബൈ ഗോസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. വളരെ കുറച്ച് എപ്പിസോഡ്സ് മാത്രമുള്ള, വളരെ ചെറിയ സമയദൈർഘ്യത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു കാര്യം. പക്ഷേ അതിലൂടെ ഒരു സിനിമയുടെ കഥയൊക്കെ പോലത്തെ സംഭവമാണ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. തുടക്കത്തിൽ അതിൻ്റെ ഒരു ഹ്യൂമർ സൈഡ് അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ കാർത്തിക് ശങ്കർ ഉണ്ട്, ആര്യ മേനൻ ഉണ്ട്, സോന ഫിലിപ്പ് ഉണ്ട്, ബെൻസ് BS ഉണ്ട്, ബിൽറ്റ അബ്രഹാം ഉണ്ട്, നിധുൻ വാര്യരുണ്ട്. എനിക്ക് ഈ ബെൻസ് BS എന്ന് പറയുന്ന പുള്ളി ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ പുള്ളിയിൽ ഒരുപാട് ഹ്യൂമർ വർക്കാവുന്നുണ്ട്. അവൻ ആ ഒരു ടൈം ലൂപ്പിൽ പെടുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്.
അതിലേക്കൊക്കെ വരുന്ന സമയത്ത് അവൻ്റെ എക്സ്പ്രഷൻസ്, പിന്നെ ഈ കണ്ടിന്യൂറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സീക്വൻസുകൾ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ അവർ കൊടുത്തിട്ടുള്ളൊരു ശ്രദ്ധയുണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. അതിനുശേഷം ഈ ഒരു ഹൊറർ മൂഡിലേക്ക് ഇത് വരുന്ന സമയത്തും നമ്മൾ ഈ ഷോർട്ട് ഫിലിമിൻ്റെ അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള ഒരു വെബ് സീരീസിൻ്റെ ബഡ്ജറ്റ് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, അതിനെ മറികടക്കാൻ പറ്റുന്ന രീതിയിൽ ഗംഭീരമായിട്ട് അവരത് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല് പോലത്തെ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീല് നമുക്ക് തരാൻ പാകത്തിന് അവർ വർക്ക് ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എഡിറ്റിംഗ്, കളറിംഗ്, BGM, റിട്ടൺ, ഡയറക്ഷൻ ഇതെല്ലാം ചെയ്തിട്ടുള്ളത് കാർത്തിക് ശങ്കറാണ്. പാപ്പിയാണ് സിനിമാറ്റോഗ്രഫി. ഇതിൻ്റെ ബഡ്ജറ്റും ലിമിറ്റേഷൻസും എല്ലാം നമ്മൾ പരിഗണിച്ച് നോക്കുമ്പോൾ വളരെ എൻഗേജിങ് ആയി നല്ല രസമുള്ള ഒരു വെബ് സീരീസ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. പിന്നെ ഒരുപാട് ഹ്യൂമർ എലമെൻറ്റ്സ് ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള കാർത്തിക് ശങ്കറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറിൽ നിൽക്കുന്ന ഒരു പരിപാടി അടിപൊളിയായിട്ട് വന്ന് കാണുമ്പോൾ അതും ഒരു സന്തോഷമുണ്ട്. ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 5ാമത്തെ ഷോർട്ട് ഫിലിം ഒരുപാട് ഇൻ്റർവ്യൂസിലൂടെയും TV ഷോസിലൂടെയൊക്കെ നമുക്ക് പരിചിതയായിട്ടുള്ള രേഖ മേനോൻ, അവരുടെ മകൻ അവാൻ അജിത് മേനോൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിമാണ് കാഷ്വാലിറ്റി എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. കാഷ്വാലിറ്റി എന്ന് നമ്മൾ എഴുതുന്ന സമയത്ത് ആശുപത്രികളിൽ ഇല്ലാത്തൊരു സ്പെല്ലിംഗ് ഈ കാഷ്വാലിറ്റിയിലുണ്ട്. CASHUALTY കാഷ്വാലിറ്റി എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. എനിക്ക് മൊത്തത്തിലൊരു കാർത്തിക് സുബ്ബരാജിൻ്റെ സിനിമ കാണുന്ന പോലെ, അല്ലെങ്കിൽ പഴയ നേരം സിനിമയൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ ഒരു വൈബാണ് ഫീൽ ചെയ്തത്. തുടക്കത്തിൽ നമ്മൾ കാണുന്ന കുറച്ച് വിഷ്വൽസ് ഒക്കെ ഉണ്ട്, അവസാനം അത് എങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വരുന്നു, എല്ലാം എങ്ങനെ കണക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് നമ്മളിതിൽ കാണുന്നത്. ഇതിനൊരു ത്രില്ലർ സ്വഭാവമുണ്ട്. ആ ഒരു മോഡിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രിപ്പിംഗ് ആയി പിടിച്ചിരുത്താവുന്ന എലമെൻറ്റ്സ് എല്ലാം ഉണ്ട്. നല്ല പ്രകടനങ്ങളുണ്ട്. മൊത്തത്തിലൊരു ഡാർക്ക് മോഡിൽ പോകുന്നൊരു ഷോർട്ട് ഫിലിമാണ്. പാവു, ശ്രീജൽ PS, റോമിൽ കൃഷ്ണാനി തുടങ്ങിയവരൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ ചെയ്തിട്ടുള്ളത്. ജൂനിയർ കാസ്റ്റ് മാളവിക തമ്പി, അലൻ ജോർജ്, അപൂർവൻ മൂർത്തി, ശ്രീകൃഷ്ണൻ വേണുഗോപാൽ ആൻഡ് വിജയകുമാർ. DOP അനിരുദ്ധ് രാമകൃഷ്ണനാണ്. മ്യൂസിക് ഋത്വിക് ശ്രീകുമാറാണ് ചെയ്തിട്ടുള്ളത്. സൗണ്ട് റെക്കോർഡിംഗ് ഡിസൈൻ ആൻഡ് മിക്സ് ബൈ സായി സാകേതാണ്. VFX ചെയ്തിട്ടുള്ളത് ശ്രീകൃഷ്ണ വേണുഗോപാൽ. ഒരു ആശുപത്രിയിൽ ഒരു രാത്രി സംഭവിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഇതെന്താണെന്നറിയോ, ഇതിൽ ചില ക്യാരക്ടേഴ്സ് അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അവരെത്ര ടെററായിരുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ആ ടെറർ എലമെൻറ്റ്സ് അങ്ങനെ കാണിച്ചിട്ടില്ല. അതായത് അവരെത്ര ഭീകരന്മാരാണ് എന്നുള്ളത് കുറേ സമയം കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത്, കുറേ ഡയലോഗ് കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത്, അങ്ങനെയല്ല, വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ പറയുന്നൊരു ഭീകരതയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരവസ്ഥയിൽ ചെയ്തു പോയിട്ടുള്ള ഒരു പ്രോത്സാഹിപ്പിക്കബിൾ അറ്റംപ്റ്റ് ആയിട്ടാണ് എനിക്ക് കാഷ്വാലിറ്റി ഫീൽ ചെയ്തത്. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും വെബ് സീരീസ് ആണെങ്കിലും പാട്ടുകളാണെങ്കിലും ഇതൊക്കെ എനിക്കിഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണ് പറഞ്ഞത്. എല്ലാം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്നും വരാം. അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആൻഡ് നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാം ഇതുപോലെ നല്ല ഷോർട്ട് ഫിലിംസും വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ അഭിപ്രായങ്ങളും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ സമയം പോലെ അതും കണ്ടിട്ട് നമുക്ക് പ്രോത്സാഹിപ്പിക്കബിളായിട്ടുള്ള വർക്കുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.